ബാറുകളുടെ സമയപരിധി 12 മണി വരെ നീട്ടിയത് ബോധവൽക്കരിക്കാനാണോ അതിൻ്റെ അകത്ത്? അതായത് ഈ മദ്യവർജനം അല്ലേ നടപ്പിലാക്കുന്നല്ലേ പറഞ്ഞേ? അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? ഘട്ടം ഘട്ടമായി എന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? എന്തിനാ ഈ ബാറുകളുടെ സമയപരിധി 12 മണി വരെ നീട്ടിയ എന്തിനാണ്? വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കയിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ. ആ പാവപ്പെട്ട ഇന്നസെന്റ് KPSC എഴുതി അവരൊരുപക്ഷെ അവിടെ നിന്ന് നോക്കി തെറി വിളിക്കുന്നുണ്ടാവും. ജനങ്ങൾ കുടിവെള്ളം ചോദിച്ചാൽ ചെളിവെള്ളം കൊടുക്കുന്ന ഈ ഭരണകക്ഷിക്കാരെ ചൂല് കൊണ്ട് അടിച്ചിറക്കണം. നിങ്ങളല്ലേ പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തല്ലേ KPSC ലളിതയും അതുപോലെ ഇന്നസെന്റിനെയും ഇറക്കി പരസ്യം ചെയ്തല്ലോ. എന്താ പറഞ്ഞ അന്ന്? അതാണോ നിങ്ങൾ പാലിക്കുന്നത് ഇപ്പോ? പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവരും, ഇത്രയും ശല്യമില്ല. എത്ര കിട്ടി? മദ്യ മുതലാളിമാർ എത്ര കോടികൾ തന്നു? കുപ്രസിദ്ധരായ നാൽവർ സംഘത്തെ പോലെ ഇവരും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നശിപ്പിക്കും. ചാരായം നിരോധിക്കുമ്പോ AK ആന്റണി പറഞ്ഞത് ചാരായം നിരോധിക്കുന്നതോടുകൂടി കേരളത്തിന്റെ മദ്യത്തിന്റെ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാകും. ഇല്ല ഇല്ല ഇല്ല, പച്ചക്കള്ളം. വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. എവിടെ? കേരളത്തിൽ ചാരായം നിരോധിച്ചതുകൊണ്ട് മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് മദ്യ നിരോധനം എന്നൊരു നയമില്ല. നുണ പറയുന്നവരെ തിരിച്ചറിയുക. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. മദ്യവർജനമാണ്. അത് ബോധവൽക്കരണത്തിലൂടെ പടിപ്പടിയായി മാത്രമേ നടപ്പാക്കാൻ കഴിയൂ എന്ന 12 മണി വരെ നീട്ടിയത് ബോധവൽക്കരണത്തിന് വേണ്ടിയാണോ? അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. ബാറുകളുടെ സമയപരിധി 12 മണി വരെ നീട്ടിയത് ബോധവൽക്കരിക്കാനാണോ അതിന്റെ അകത്ത്? പോയോ? നിന്നോട് വെച്ചേ നിങ്ങളല്ലേ പറഞ്ഞത് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പൂട്ടിയ ബാറുകളൊന്നും തുറക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട ഇന്നസെന്റിനെയും KPSC ലളിതയും പറ്റിച്ചത് എന്തിന്? രാത്രിയാവുമ്പോ ഇതിനപ്പുറം ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. താങ്കളുടെ വർത്തമാനം കേട്ടാൽ കേൾക്കുന്നവർ തോന്നും കേരളത്തിലെ എല്ലാ ബാറുകളും 12 മണി വരെ തുറന്നാണ്. ഇല്ലേ? അങ്ങനെയാണോ? അല്ല. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. അല്ല അല്ല, താങ്കൾ അത് പഠിക്കൂ. വിളിച്ചോണ്ട് പോടാ ശാസ്ത്രത്തിനെ. നിങ്ങൾ ഒരു ഭാഗത്ത് മദ്യവർജനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നു പറയുന്നു, എന്നിട്ട് പൂട്ടിയ ബാറുകളെല്ലാം തുറക്കുന്നു, കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നു, കൂടുതൽ ഈ വിപണന കേന്ദ്രങ്ങൾ തുടങ്ങുന്നു. ഇപ്പൊ ഇതാ 12 മണി വരെ നീട്ടുന്നു. പിന്നെ എങ്ങനെയാണ് മദ്യവർജനം നടപ്പിലാക്കുന്നത്? ഐഡിയ വേണം, ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡ് ഇടിപ്പിക്കാം. ഈ 12 മണി വരെ നീട്ടിയത് അതിന്റെ അകത്ത് നിന്ന് ബോധവൽക്കരണം കൊടുക്കാനാണോ? അല്ല, ഇതുപോലൊരു നാറിയ ഭരണം. നിങ്ങൾ നൽകിയ വാഗ്ദാനം നിങ്ങൾ അത് കാറ്റിപ്പറത്തി. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഒരിക്കലും ഈ നാട്ടുകാർക്ക് ഒരു അബദ്ധം പറ്റി, പക്ഷെ ഇനി അത് ഉണ്ടാവില്ല. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ.